ആദ്യകാലത്ത് സുകുമാരൻ, നമ്മുടെ പൃഥ്വിരാജിൻ്റെ അച്ഛൻ സുകുമാരൻ സമ്പാദിച്ച പോലെ വേറെ ആരും സമ്പാദിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ കുത്തിന് പിടിച്ച് കാശ് മേടിക്കും. കാശ് മേടിക്കാത്തൊരു പരിപാടിയില്ല. ഒരു രൂപ പോലും അനാവശ്യമായി ചിലവാക്കില്ല, ഒരു രൂപ പോലും ആർക്കും കടം കൊടുക്കില്ല. അങ്ങനെ സമ്പാദിച്ചുണ്ടാക്കിയ വലിയൊരു സമ്പാദ്യം തന്നെ സുകുമാരനായിരുന്നു. എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, കല്യാണ മണ്ഡപം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് സമ്പാദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ സുകുമാരന് ഊട്ടിയിൽ വരെ വീടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുകുമാരൻ മരിച്ചപ്പോഴും 2 മക്കളെ വളർത്തിയെടുക്കാനായിട്ട് മല്ലിക ചേച്ചിക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. ഇഷ്ടംപോലെ സമ്പാദിച്ച് ഒന്നും നശിപ്പിക്കാണ്ട് പോയുള്ള ഏറ്റവും വലിയൊരു നല്ലൊരു മഹാനായ നടനാണ് സുകുമാരൻ. മക്കൾ അതേ പാതയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ നല്ല കാലത്തിൻ്റെ മുകളിൽ നല്ല കാലമാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സുകുമാരൻ്റെ വീടാന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു വീട് കാണിക്കുന്നുണ്ട്. ആ വീട് സുകുമാരൻ്റെ വീടല്ല. അത് മല്ലിക ചേച്ചിയും സുകുമാരനും ഒക്കെ ആദ്യം താമസിച്ചിരുന്നു. മരണശേഷം ആ വീട് വിറ്റു. ഇപ്പോൾ അവിടെ കുറേ തമിഴന്മാർ വാടകയ്ക്ക് താമസിക്കുന്നത്. അത് സുകുമാരൻ്റെ വീടാന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നടക്കുന്നുണ്ട്. അത് സുകുമാരൻ്റെ വീടല്ല, അതൊക്കെ അവരെ നിന്നേ കൈവിട്ട് പോയി. അത് വിട്ടിട്ട് നല്ലൊരു വട്ടിയൂർക്കാവ് നല്ലൊരു വീട് വെച്ചു നമ്മുടെ മല്ലിക ചേച്ചി. അതിൻ്റെ കുറേ നാൾ അവിടെ ആണെന്നവരെല്ലാവരും താമസം. ഇപ്പോൾ അതും മാറിയിട്ട് ഒരു ഫ്ലാറ്റിലാണ് ഇപ്പോൾ മല്ലിക ചേച്ചി താമസിക്കുന്നത്. പൃഥ്വിരാജിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോംബെയിൽ വലിയൊരു കോടീശ്വരന്മാർ താമസിക്കുന്ന ഫ്ലാറ്റ്, ആ വഴിയിൽ വീടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തൃശ്ശൂർ നമ്മുടെ ഗുരുവായൂർ വലിയൊരു ജയശ്രീ സിനിമ തിയേറ്ററുണ്ട്. അത് ഭയങ്കര പൈസയൊക്കെ എടുത്ത് ഗംഭീരമായിട്ട് ഇപ്പോൾ ഒരു വലിയ തിയേറ്റർ ആക്കിയിട്ട് മാറ്റിയിരിക്കുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഇന്ദ്രജിത്തും ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്. ഇപ്പം എറണാകുളത്ത് തന്നെ വലിയൊരു ആഡംബര സൗധം നമ്മുടെ പൃഥ്വിരാജ് പണിതിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പടങ്ങളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ദ്രജിത്തും. അപ്പോൾ അച്ഛൻ്റെ മക്കളായ ഇതുപോലെ വേണം. അച്ഛൻ എങ്ങനെ ജീവിച്ചിരുന്നോ അതേപോലെ തന്നെ കാശിൻ്റെ മുകളിൽ കാശ്, സമ്പാദ്യത്തിൻ്റെ മുകളിൽ സമ്പാദ്യം, കോടികളുടെ മുകളിൽ കോടികളുണ്ടാക്കി ഇരിക്കുന്ന ഒരു മക്കളാണ്. സോ ഈ മല്ലിക ചേച്ചിക്ക് എന്തുകൊണ്ടും അഭിമാനിക്കാം. ഇങ്ങനെ 2 മക്കളെ സുകുമാരൻ ചേട്ടൻ, ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് സുകുമാരൻ. അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് തന്നുപോയ 2 മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിമുത്തുകളാണ്. ആ മണിമുത്തുകൾ എന്നിപ്പോൾ മലയാള ഇൻഡസ്ട്രിയിലായാലും തമിഴിലായാലും മുടി ചൂടാൻ മന്നന്മാരാണ് അവർ 2 പേരും. അപ്പോൾ പൃഥ്വിരാജിനെ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കാനായിട്ട് ഒരു വിഭാഗം നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കില്ല. പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ വലിയ കഴിവില്ലെങ്കിലും ഭയങ്കര ബുദ്ധിമാനാണ്. വളരെ ഈ പൂച്ചയുടെ പോലെ 4 കാലും കുത്തിയ വീഴുള്ളൂ. ഇന്ദ്രജിത്തിന് എന്തോ കഷ്ടകാലം. ഇന്ദ്രജിത്തിന് പൃഥ്വിരാജിൻ്റെ പോലെ സമ്പാദ്യം ഉണ്ടാക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും നടന്നിട്ടില്ല. പക്ഷെ മല്ലിക ചേച്ചി ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും വയസ്സായിട്ടും മല്ലിക ചേച്ചി ഭയങ്കര തലക്കനില്ലാത്ത, അഹങ്കാരമില്ലാത്ത നല്ലൊരു നടിയാണ്, നല്ലൊരു അമ്മയാണ്. അതിനുള്ളതിന് ദൈവം ഇഷ്ടംപോലെ വാരി കോരി മക്കൾക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ ആയിരിക്കണം അമ്മ, ഇങ്ങനെ ആയിരിക്കണം അച്ഛൻ. എന്നാലാണ് മക്കൾ ഇങ്ങനെയൊക്കെ വരുള്ളൂ. നമുക്ക് വളരെ സന്തോഷമുള്ള നമ്മുടെ